മഹത്വം. മറ്റൊരു ദിനം കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നല്ലോ. ഈ ദിവസം നമുക്ക് പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് പകരാം അല്ലേ. നമ്മളെന്താ ദൈവത്തിന് പകരം കൊടുക്കുക അല്ലേ? പാട്ടുകാരൻ പാടുന്നല്ലേ, പകരം ഞാൻ എന്ത് നൽകും. സ്തോത്രം. പകരം എന്താണ് നമുക്ക് കൊടുക്കാൻ? ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറയാനേ കഴിയത്തുള്ളൂ അല്ലേ. ഇന്ന് മൂക്കിൽ ഈ വലിക്കുന്ന ശ്വാസവും ഇന്ന് കണ്ണു തുറന്ന് ഈ പ്രപഞ്ചം കാണുന്നതുമൊക്കെ അവൻ്റെ കൃപയൊന്ന് മാത്രമാണ്. അതിനെ തിരിച്ചറിയുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്വന്തം ബുദ്ധിയോ സ്വന്തം ശക്തിയാലോ അല്ല, ദൈവത്തിൻ്റെ കൃപയാലത്രേ നാം ഇന്ന് നിലനിൽക്കുന്നത്. കർത്താവിന് മഹത്വം കൊടുക്കാം. ഈ പ്രഭാതം നമുക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം ചെയ്യാം. വളരെ വേഗത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു വാക്യം എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആക്ട്സ് ചാപ്റ്റർ 26 വേഴ്സ് 15 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നീ ആരാകുന്നു കർത്താവേ എന്ന് ഞാൻ ചോദിച്ചതിനെ കർത്താവ്, നീ ഉപദ്രവിക്കുന്ന യേശു തന്നെ ഞാൻ. പൗലോസ് അപ്പോസ്തലനോട് കേട്ടോ. എങ്കിലും എഴുന്നേറ്റ് നിവർന്നു നിൽക്ക, നീ എന്നെ കണ്ടതിനും ഇനി ഞാൻ നിനക്ക് പ്രത്യക്ഷനാവാനിരിക്കുന്നതിനും നിന്നെ ശുശ്രൂഷകനും സാക്ഷിയുമായി നിയമിപ്പാനും ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. എന്നെ ഉപദ്രവിച്ചവനെ വിളിച്ചിരിക്കുന്ന എന്തിനാ? അതിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി, ശുശ്രൂഷകനാകാൻ വേണ്ടി വിളിച്ചിരിക്കുക. അപ്പോൾ ദൈവത്തെ ഉപദ്രവിക്കുന്നവരെയൊക്കെ നമ്മളങ്ങനെ ശത്രുവായിട്ട് കാണണം. അല്ല, ദൈവം വരെ ദൈവത്തിൻ്റെ സാക്ഷിയാകാനും ശുശ്രൂഷകനാകാനും ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ വളരെ പ്രതികൂലമായി നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ഓർത്തോണം, കർത്താവിനെതിരെ ഉതിർക്കുന്നതിനെ പറ്റി തിരുവചനം പറയുന്നത്, മുള്ളിനോട് നീ ഉതിർക്കുന്നത് എന്തെന്നാണ് ചോദിച്ചത്. അപ്പോൾ കർത്താവിനെതിരെയാണ് നിങ്ങൾ ദൈവത്തെ സേവിക്കുമ്പോൾ നിങ്ങളെ പ്രതികൂലമായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപദ്രവം നേരിടുന്നു നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കുമ്പോൾ അവരൊരിക്കലും ഒരു ദോഷം ചെയ്തതും കൊണ്ട് അവരെ നിങ്ങൾ ഒരു ശത്രുവിനെ പോലെ കാണരുത്. കർത്താവ് അവരെ ആഗ്രഹിക്കുന്നു, കർത്താവിൻ്റെ സാക്ഷിയും ശുശ്രൂഷകനുമാകാൻ അവരെ ആഗ്രഹിക്കുന്നു. ഇനിയും കർത്താവ് അവരെ സന്ദർശിക്കുകയും ചെയ്യും. തിരുവചനം അതുതന്നെയാണ് അവിടെ കാണാൻ നമുക്ക് കഴിയുന്നത്. അവനിരിക്കുന്നതിന് നിന്നെ ശുശ്രൂഷയും സാക്ഷിയായി നിയമിപ്പാൻ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി. കർത്താവ് പ്രത്യക്ഷൻ. ജനത്തിൻ്റെയും ജാതികളുടെയും കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷിക്കും. ഉറപ്പ് പറയുകയാണ്, നീ ഏത് നിലയിൽ എൻ്റെ ശുശ്രൂഷകനായി ഇറങ്ങി തിരിക്കുമ്പോൾ ജനത്തിൻ്റെയും ജാതികളുടെയും ഇടയിൽ നിന്ന് രക്ഷിക്കും. നിന്നെ തല്ലിക്കൊല്ലാൻ ഏൽപ്പിച്ചു കൊടുക്കും, നിന്നെ വിട്ടുകളയും, നിന്നെ നോക്കത്തില്ല, നിന്നെ പട്ടിണി കിടത്തും, നിന്നെ ദരിദ്രനാക്കി, നിന്നെ ശൂന്യനാക്കി തെരുവിൽ അലയുമാറാക്കും. എൻ്റെ വേലയ്ക്ക് ഇറങ്ങിയാൽ എന്നല്ല, ഞാൻ നിന്നെ കാക്കും. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവരാജ്യത്തിലെ അംശിയായി തീർന്ന പ്രിയ ദൈവവേദിലെ നിന്നെ കാക്കുവാൻ സർവശക്തനായവനുണ്ട്. നിനക്ക് ഒരു പോറലും വരാതെ നോക്കും, നിനക്ക് ഒരല്ലലും ഇല്ലാതെയും ദൈവം നിന്നെ നോക്കും. കർത്താവിന് മഹത്വം. സ്വതം 18-ാമത്തെ വാക്യം പറയാം, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണ് തുറപ്പാനും അവരുടെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് സാത്താൻ്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ തന്നെ നിന്നെ അവരുടെ അടുക്കിലേക്ക് അയക്കും. അപ്പോൾ ഇരുളിലിരിക്കുന്ന ജനത്തെ വിടുവിപ്പാൻ, സാത്താൻ്റെ അധീനതയിലിരിക്കുന്ന ജനത്തെ വിടുവിപ്പാൻ, കണ്ണ് കുരുടായിപ്പോയവരുടെ കണ്ണുകളെ തുറപ്പാനാണ് ദൈവം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തത്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഇത് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പ്രിയപ്പെട്ടവർ, ചിലപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഒക്കെ നിങ്ങൾ ചെയ്യുന്നത് കണ്ണ് തുറപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവം അവൻ അന്ധകാരത്തിലിരിക്കുന്ന ജനത്തെ, പിശാചിൻ്റെ അധീനതയിലിരിക്കുന്ന ജനത്തെ വിടുവിപ്പാൻ വന്നതാണ്. അവൻ്റെ കെട്ടുകളെ അഴിക്കുമെന്നും അവന് സ്വാതന്ത്ര്യമുണ്ടെന്നും ബോധ്യപ്പെടുത്തുവാൻ തപ്പോണം നാം അവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഈ സന്ദേശങ്ങൾ, സ്തോത്രം, അത് കണ്ണു തുറപ്പിക്കുവാനുള്ളതാണെന്നാണ് പറയുന്നത്. സ്തോത്രം. എന്താ പറയുകയാണ്, എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശം ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാൻ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ശുദ്ധീകരിക്കപ്പെടും. ആ ശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് ദൈവം ഒരു അവകാശം നൽകിയിട്ടുണ്ട്. ആ അവകാശത്തിലേക്ക് ലഭിക്കേണ്ടത്, ആ അവകാശം അവർക്ക് ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറക്കണം. അപ്പോൾ അവരുടെ കണ്ണു തുറക്കണം. അവരിപ്പോൾ അവകാശത്തിലല്ല, അടിമത്തത്തിലാണ്. ഇപ്പം ചുറ്റുവട്ടം കാണുന്ന ദൈവത്തെ അറിയാത്ത ജനം അടിമത്തത്തില്ല. അവർ വലിയ സമ്പാദ്യം ഉണ്ടായിരിക്കും, വലിയ നേട്ടങ്ങളുണ്ടായിരിക്കും, പ്രശസ്തി ഉണ്ടായിരിക്കും, പെരുമയൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അവർ അടിമത്തത്തിലാണ്. അവർക്കൊരു അവകാശമുണ്ട്. ആ അവകാശം ഈ കാണുന്ന ഭൗതിക ലോകത്തിൽ കാണുന്ന അവകാശമല്ല, നിത്യത എന്ന അവകാശം, ദൈവത്തിൻ്റെ മകൾ എന്ന അവകാശം, സർവശക്തൻ്റെ കുടുംബക്കാരൻ എന്ന അവകാശം. ആ അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുക, ഖനിക്കപ്പെട്ടിരിക്കുക, പിശാച് അത് അടിച്ചു വെച്ചിരിക്കുക. അത് അവരറിയുന്നില്ല. അതവർക്ക് ബോധ്യം വരുവാൻ, അവരുടെ കണ്ണുകളെ തുറപ്പാൻ ഞാൻ നിന്നെ അയക്കുകയാണെന്നാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് എന്താ? അന്ധകാരത്തിൽ കിടക്കുന്നവൻ്റെ കണ്ണ് തുറപ്പാൻ, ദൈവത്തിൻ്റെ അവകാശത്തെ അവർക്ക് ബോധ്യപ്പെടുത്തുവാൻ, ദൈവത്തിൻ്റെ ശുദ്ധീകരണത്തെയും നീതീകരണത്തെയും അവർക്ക് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് നാം സുവിശേഷം ഘോഷിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവരുടെ കണ്ണുകൾ നിങ്ങളിലൂടെ തുറക്കപ്പെടണം. നിങ്ങളുടെയും എൻ്റെയും കണ്ണ് ദൈവം തുറന്നതുകൊണ്ടാണ് ഈ ഭാഗ്യത്തിൽ ലഭിച്ചത്. നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ അവകാശത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. പലരും പറയുന്നുണ്ടായിരിക്കും, എൻ്റെ ഭാഷയെ കഷ്ടതയാ, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാം. പക്ഷേ എങ്കിലും നീ അവകാശിയായി തീർന്നിരിക്കുകയാണ്. പിതാവ്
പിതാവിൻ്റെ അവകാശത്തിൽ പുത്രനോടൊപ്പം കൂട്ടവകാശിയായി തീർന്നിരിക്കുക, ദൈവരാജ്യത്തിൻ്റെ അംശയായി തീർന്നിരിക്കുക. അതുകൊണ്ട് ഈ ഭൂമിയിലെ താൽക്കാലിക വിഷയങ്ങളിൽ കിടന്ന് ഞെരുങ്ങരുത്, അതിനോർത്ത് ഭാരപ്പെടരുത്. അതിനല്ല വിളിച്ചിരിക്കുന്നത്, നിത്യതയ്ക്കാണ് സ്വതം. ആ നിത്യത എന്ന അവകാശം പ്രാപിക്കപ്പെട്ടവരാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവർ. ആ അവകാശം, ദൈവത്തിൻ്റെ ശുദ്ധീകരണവും ആ അവകാശവും മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുത്തവരുടെ കണ്ണുകളെ തുറക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നു. ഇപ്പം നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ആരുടെയെങ്കിലുമൊക്കെ അവസ്ഥകൾ മോശമാണെങ്കിൽ അവരെ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ്. മദ്യപാനത്തെ തകർന്ന കുടുംബത്തിലെ നിങ്ങളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ്. നിങ്ങളെ ഉപദ്രവിക്കുന്നവരുണ്ടെങ്കിൽ അവരെ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കെതിരെ നിരന്തരമായി ശണ്ട കൂടുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന അവരെ കണ്ണ് തുറക്കാത്തത് കൊണ്ടാണ്. അവർ അടിമത്തത്തിൽ കിടക്കുകയാണ്, അവർ അവകാശത്തിലല്ല, അവരടിമകളാണ്. ആ അടിമത്തത്തിൽ നിന്നുള്ള വിമോചനത്തിന് സുവിശേഷം നാം ഘോഷിക്കേണ്ടത്. ദൈവത്തിലൂടെ ശുദ്ധീകരണം, ക്രിസ്തുയേശുവിലൂടെ ശുദ്ധീകരണം, നീതീകരണമുണ്ട്. ആ നീതീകരണം പ്രാപിച്ച് നീ അവകാശിയായി തീരുമെന്നുള്ള ബോധ്യം അവരിലേക്ക് വരുത്തുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ഇന്നെ കേട്ടുന്ന പ്രിയമുള്ളവരെ, അവകാശികളാണ്, അവകാശം പ്രാപിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ ധൈര്യത്തോടെ ആയിരിക്കും, ഭാരപ്പെടേണ്ട. നിങ്ങൾ അടിമത്തത്തിലല്ല, അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആ സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഈ ഭൂമിയിലും കഴിയും കേട്ടോ. ഭാരപ്പെടണം. ഇന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് കിടക്കുന്നതെങ്കിലും ദൈവം നൽകിയ അവകാശവും സ്വാതന്ത്ര്യവും നിങ്ങളെ നഷ്ടപ്പെടത്തില്ല. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. താൽക്കാലികമായുള്ള ഈ കെട്ടുകളും ബന്ധനങ്ങളും ഒക്കെ അഴിഞ്ഞ് നിങ്ങൾ ആ മഹാസന്തോഷം അനുഭവിക്കും. ധൈര്യമായിട്ടിരിക്കും, പ്രത്യാശയോടെ ഇരിക്കും. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ബന്ധിക്കാൻ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ മഹത്വം കാണാൻ കഴിയും. അപ്പോൾ കണ്ണു തുറക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഒരുമിച്ച് കണ്ണുകളടയ്ക്കാം. കരുണാസമ്പന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷാവുമായ യേശുവിന്റെ നാമത്തിൽ തിരുസന്നിധിയിലേക്ക് വരികയാണ്. കർത്താവേ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അനേകരുടെ കണ്ണുകളെ തുറക്കുവാൻ, അനേകരെ അവകാശ ബോധ്യത്തിലേക്ക് കൊണ്ടുപോകാൻ, അനേകരെ വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ മേൽ കൃപയും അഭിഷേകവും പാരുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ആ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയും പറയും. ഇന്ന് പകൽ ആരെങ്കിലും കെട്ടപ്പെട്ടവരായി ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കിടക്കുന്നു, അവർക്കായി പ്രാർത്ഥിക്കും. രക്ഷയിലേക്ക് വന്നിട്ടും ആശങ്കകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർ സ്വാതന്ത്ര്യത്തിനായി പ്രാർത്ഥിക്കും. അവർക്ക് മേൽ ദൈവം കൊടുത്ത അവകാശത്തെ അവർക്ക് ബോധ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. ഉള്ളംകരങ്ങളിലേക്ക് തിരികെയാണ്. കെട്ടുകൾ അഴിയപ്പെടട്ടെ, രോഗബന്ധനങ്ങൾ അഴിയപ്പെടട്ടെ, സമാധാനങ്ങൾ പുനഃസ്ഥാപിക്കട്ടെ, ആശങ്കകൾ മാറട്ടെ. ദൈവിക സമാധാനത്തെ ഞാൻ അയക്കുന്നു. ഈ ദിവസത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരുടെ ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരും. അവരെ ഞാൻ സ്വതന്ത്രമാക്കും. പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. ഈ ദിനം ജയോത്സവത്തിൻ്റെ ദിനമായി തീരട്ടെ. ഗാഡ് ബ്ലസ് യു, ലവ് യു. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.